ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് നെടുമങ്ങാട് ഡിവൈഎസ്പി ശ്രീ അരുൺ സാറാണ്. ലഹരിക്കെതിരെയുള്ള നമ്മുടെ യാത്രയിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ നമ്മോട് കൂടെ സഹകരിക്കുന്ന ഈ സമയത്ത് സാറിന്റെ വിലപ്പെട്ട സമയം നമുക്കും നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ഇവിടെ അയച്ചേർന്ന ഏറ്റവും ബഹുമാനമുള്ള അരുൺ സാറിന്റെ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ മുതിർന്ന വ്യക്തികളും കൂട്ടായി ലഹരിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെയൊക്കെ നേരിൽ കാണുന്നു എന്ന് ഏറ്റവും കൂടുതൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആൾക്കാരാണ് വന്ന് തൊഴിൽ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും വലിയ കേരിയറായി മയക്കുമരുന്നുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായി എത്തിച്ചേർന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആവിർഭാവത്തോടു കൂടിയാണ് എന്ന കാര്യത്തിൽ പോലീസിന് തർക്കമില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെടുന്ന ഈ പല കാരണങ്ങളുണ്ട്. പല അഫാന്മാരും ഇന്ന് സമൂഹത്തിൽ ലഹരിയുടെ മറവിൽ അവരൊക്കെ തന്നെ ചുറ്റിയിലെടുക്കേണ്ട ഒരു അവസ്ഥ. സ്വന്തം അമ്മയെ കൊല്ലാൻ, സ്വന്തം അനുജനെ കൊല്ലാൻ, അതുപോലെ തന്നെ കേസിന്റെ കേസ് നിങ്ങൾ ഈ അമ്മയും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് തരാൻ കഴിയും. ആ അർത്ഥത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന, ഇവിടെ ചേർന്നിരിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് കൂടി ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി 1200 ചരിത്ര വിജയമാണ്. അതിൽ 1198 രണ്ടുപേർക്ക് 1200 അവരെ അനുമോദിക്കാൻ അവർ കാണിച്ച മനസ്സ്, ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രവർത്തകർക്കും നമുക്ക് കൈവരിച്ച് വളരെ സ്നേഹത്തോടെ നന്ദി. ബഹുമാന്യരായ അധ്യാപകരുടെ ഇരിപ്പുണ്ട്. പ്രിയ കുഞ്ഞുങ്ങൾ, നമ്മളെല്ലാം ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയിക്കുന്നു. എന്തു പറ്റി എന്ന് അവനോട് ചോദിച്ചു. ശരീരം മുഴുവനും രക്തത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഷർട്ട് ഇല്ല, ഒരു ട്രൗസർ മാത്രമേ ഉള്ളൂ. അപ്പോൾ രക്തത്തിൽ ഇങ്ങനെ പൊതിഞ്ഞ്, കയ്യൊക്കെ രക്തത്തിൽ പൊതിഞ്ഞ് ഇരിക്കുകയാണ്. മുഖത്ത് രക്തമുണ്ട്. തലമുടിയൊക്കെ അവൻ ഡ്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു കോലത്തിൽ, വേഷത്തിൽ നിൽക്കുകയാണ്. എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞ വാചകം എന്ന് പറയുന്നത്, കിടത്തുന്നു. അവർ ആ മനുഷ്യരെ പുറത്തുകൂടി ഒരു സ്ത്രീ കിടന്ന് എന്തൊക്കെ പുലമ്പുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു കാഴ്ചയാണ്. ഞങ്ങൾ അതിന്റെ വിഷയമൊക്കെ എടുത്തു. എന്നിട്ട് മറ്റു നടപടികളൊക്കെ ചെയ്ത് അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചെയ്തു. പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 26 പേർക്ക് ആ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. പക്ഷേ കൊലപാതക കാരണം യഥാർത്ഥത്തിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടക്കണമെന്ന് കാരണം ഉണ്ടാകണം. അങ്ങനെ ആയിരിക്കും പറയുന്നത് അല്ലേ? അങ്ങനെ ആയിരിക്കും. വീഡിയോ ഉള്ളത് കൊണ്ട്, ലൈവ് റെക്കോർഡിംഗ് ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അവനെ ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് 6ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഇത് കൊണ്ടുവരുന്നത്. ഇതിനു മുൻപ് 5 തവണയും 150-200 കിലോ കഞ്ചാവ്
നിങ്ങളുടെ മുതിർന്നവർ സഹായിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി തന്നെയാണോ അത് ചെയ്തത്? പല രീതിയിലും പല ബോധവൽക്കരണവും നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എല്ലാം നിങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇന്നത്തെ രാവിലെ ലഭിക്കുന്നതിന്റെ ക്ലാസ് ആണെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ അറിയുന്നത് എന്ന് അറിയാവുന്നതായിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആർക്കും അറിയില്ല, അതാണ് വാസ്തവം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയാം നന്നായിട്ട് നിങ്ങൾ അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ അറിയുക എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ അറിയുക. എന്താണ് നിങ്ങളെ അറിയുക എന്ന് പറഞ്ഞത്? അപ്പൊ ഞാൻ എങ്ങനെയായിരിക്കണം അവരോട്? അവരിങ്ങോട്ട് എങ്ങനെയെന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല. കാരണം അവരുടെ രീതിയാണ് അവർ കാണിക്കുന്നത്. നമ്മൾ എങ്ങനെ അങ്ങോട്ട് പെരുമാറണം എന്നുള്ളത് നമ്മളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത്. നമ്മുടെ സെൽഫ് അവയർനെസ് എന്തില്ല, വിവേചന ശക്തിയില്ല, ഒരു പ്രോബ്ലം സോൾവിംഗ് മെന്റാലിറ്റി ഇല്ല. എന്ത് ഉണ്ടെങ്കിലും അതാണ് വേണ്ടത്. ആ മാം ലാസ്റ്റ് പറഞ്ഞല്ലോ, ഞാൻ ഒന്നുമില്ല, കിടപ്പിലായി, എന്നിട്ടും ഞാൻ തിരിച്ചു വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുന്നു. അതിൽ നീ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നീ ലഹരിക്ക് അടിമയാണ്, നീ ഒന്നുമല്ല, താഴെ എത്തിപ്പോയി, രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയപ്പോഴും നിനക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ കം ബാക്ക്, നിനക്ക് തിരിച്ചു വരാം. നീ വിചാരിക്കും. പക്ഷെ ആര് വിചാരിക്കണം?